എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൂര്യ ധാവണി എടുത്ത് പവറായിട്ട് ഇറങ്ങണത് വേറെ എവിടേക്കല്ലേ, കുറച്ച് ഫോട്ടോസ് എടുക്കാനായിരുന്നു കേട്ടോ. എവിടേക്ക് പോവാണെങ്കിൽ സൂര്യ പുതിയ ഡ്രസ് ഇട്ടാ മുറ്റത്തുനിന്ന് ഒരു കറക്കണ്ടേ, അത് കഴിഞ്ഞിട്ട് സൂര്യ എവിടേക്കും വരുള്ളൂ. സൂര്യയുടെ പ്രോ ഫോട്ടോഗ്രാഫർ ഞാൻ കേട്ടോ. അപ്പൊ ബുള്ളറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയി ചിറക്കൽ അമ്പലത്തിന്റെ അവിടേക്ക് സാരി, ധാവണി, സെറ്റ് സാരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ചിറക്കൽ അമ്പലത്തിലായിട്ട് പോവാറ്. വേറെ ഒന്നും നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവാറില്ല. ഇത്രയും നല്ല സെറ്റപ്പ് ഉള്ള അമ്പലം കോളക്കൾ നമ്മളെടുത്തപ്പോ നമ്മള് വേറെ എവിടേക്ക് എന്തിനാ പോകണല്ലേ. രാവിലെ ഒരു 6 മണി മുതൽ 8 മണി വരെ, അതുപോലെ തന്നെ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ വേറെ വൈബനായിട്ട് അമ്പലക്കോളും പരിസരമൊക്കെ. പിന്നെ എന്റേതായ പണികൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രോ ഫോട്ടോഗ്രാഫർ ഒന്നല്ല കേട്ടോ, വെറുതെ തൽക്കാലം ഒന്ന് എടുത്തു കൊടുക്കുക. ഞാൻ വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്ത് സൂര്യ ഹാപ്പിയാണ് കേട്ടോ. അത് മതിയില്ല നമുക്ക്. വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പോകുമ്പോ ഫുൾ പ്ലാനിങ്ങിൽ പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാ പോവാറ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കും കേട്ടോ. കാരണം നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ. നല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ അവർക്ക് സജഷൻ ഉണ്ടാവും. ഇത് സൂര്യയുടെ സജഷൻ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. പിന്നെ തേജുവിന്റെ ബസ് വരാറായിട്ടാ. ഇന്ന് തേജുവിനെ കൊണ്ടുവരാൻ സൂര്യല്ലേ പോണത് കേട്ടോ, ഞാനാണ് പോണത്. ഇന്ന് സ്ഥിരം വരുന്ന വഴി റോഡ് പണി കാരണം ബ്ലോക്ക് ആണ്. അതുകൊണ്ട് വേറെ വഴിയായിട്ട് അവരുടെ ബസ് വരുന്നത്. അങ്ങനെ തേജു ഞാൻ സംസാരിച്ചു വരുമ്പോ തേജുവിന് ഒരു സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നല്ല കേട്ടോ, ജിത്തുട്ട് 2 ടോയ് തേജുവിന് കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നിരുന്നേ. തേജുവിനോട് ഞാൻ അത് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ, അത് എവിടുന്ന കിട്ടിയെന്ന്. അവ അടുത്ത വഴിക്ക് പറഞ്ഞിട്ടോ ജിത്തുട്ട മാമാന്ന്. കാരണം അത് മുന്നേ ജിത്തുട്ടിന്റെ തേജു കണ്ടിട്ടുണ്ട് കേട്ടോ. തേജു അത് കിട്ടിയപ്പോ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ജിത്തുട്ട മാമോട് ഒരു താങ്ക്സും പറയാൻ പറഞ്ഞിട്ടാ. പിന്നെ കുറച്ചേരം തേജു അതിന്റെ മുകളിലായിരുന്നു കളി. പിന്നെ സന്ധ്യ നേരം ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തിട്ടുണ്ട്. വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ പടത്തിന് പോലുള്ള ഒരു പ്ലാൻ വന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ലേ, മോഹൻലാലിന്റെ മകളുടെ തുടക്കം പറഞ്ഞ സിനിമ ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് പോകുന്ന വഴി പട്ടാമ്പി DTDC ഒരു കൊറിയറും കൂടി എടുക്കണ്ടായിരുന്നു. ഒരു ഫ്രെയിം ആയിരുന്നു അത്. സംഭവം 3-4 ദിവസമായി വന്നിട്ട് ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കാറായിട്ട് വരുമ്പോ എടുക്കാന്ന് വിചാരിച്ചേ. എന്തായാലും പടം കഴിഞ്ഞ് വരുമ്പോ ഏകദേശം 10 മണി കഴിയും കേട്ടോ. അതുകൊണ്ടിട്ട് പോകുമ്പോ തന്നെ എടുത്തത്. പടം കാണാൻ പോയത് പട്ടാമ്പി കരുടാമാളിലേക്കാണ് കേട്ടോ. ആദ്യമൊക്കെ തേജുവിന് എസ്കലേറ്ററിൽ കയറാൻ പേടിയായിരുന്നു കേട്ടോ. ഇപ്പൊ ആശ ഒറ്റയ്ക്കൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്ത കാരണം അവിടെ പോയിട്ട് സ്കാൻ ചെയ്താൽ മതിട്ടോ. അപ്പൊ ടിക്കറ്റ് തരുവര്. അമ്മയ്ക്കും മോനും ഈ ഭാഗത്തെത്തിയ ഒരു സൈഡ് ചെരുവാട്ടോ. വേറെ എവിടേക്കല്ലേ സ്നാക്സ് വാങ്ങാനാണ്. സാധാരണ എല്ലാവരും ഇന്റർവെല്ലായിട്ട് എന്തായാലും വാങ്ങാറ്. പക്ഷെ ഇവര് നേരെ തിരിച്ചാട്ടോ. പടം തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ വാങ്ങി. തേജുവിനൊക്കെ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ മെയിൻ ടാർഗറ്റ് തന്നെ ഇതാണ്. സൂര്യന്ന് പതിവില്ലാണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവരെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പടം പേരെഴുതി കാണിക്കുമ്പോഴേക്കും ഇതൊക്കെ തിന്ന് തീർക്കുക, അതാണ് അവരുടെ ടാർഗറ്റ്. ഹാഫ് ടൈം ആയപ്പോ എനിക്കുള്ള സ്നാക്സ് കൂടി മേടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ പടം അവസാനിച്ചിട്ടുണ്ട്. പടത്തിന്റെ റിവ്യൂ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പടം കേട്ടോ. തുടക്കം പറഞ്ഞ സിനിമ. ലാലേട്ടന്റെ മകളാണെങ്കിലും ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണെങ്കിലും തകർത്താടിയിട്ട് അവർ രണ്ടുപേരും. ലാലേട്ടന്റെ മകളുടെ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഫസ്റ്റ് സിനിമ തന്നെ ഞെട്ടിച്ചിട്ട ആള് ലാലേട്ടന്റെ മകളല്ലേ, ഞെട്ടിക്കാണ്ടിരിക്കോ. എന്തായാലും മസ്റ്റ് വാച്ചിങ് മൂവിയാണ്, പോയി കണ്ടോളൂ കേട്ടോ. വരുന്ന വഴിക്ക് ഫുഡ് മാഫിയ കയറിയിട്ട് ഞാനൊരു ബീഫ് ചില്ലി ക്വാർട്ടർ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തിയേ. എല്ലാവർക്കും കൂടിയിട്ടാ ബീഫ് ചില്ലി വാങ്ങിയത്. പക്ഷെ വീട്ടിലെത്തിയപ്പോ തേജുവിന് സൂര്യക്കും അത് വേണ്ടാട്ടാ. എന്താ ചെയ്യാ, കളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനത് അങ്ങോട്ട് ഇരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്ര ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.